മലയോര കർഷകരുടെ ആശങ്കയ്ക്ക് കാരണമായ ESI വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടിനായി സംസ്ഥാന സർക്കാരിന്റെ തീവ്ര ശ്രമം. പരിസ്ഥിതിലോല മേഖലയിലെ അന്തിമ വിജ്ഞാപനം ഈ മാസം പ്രസിദ്ധീകരിക്കാനിരിക്കെ നിയന്ത്രിത മേഖല വനത്തിനുള്ളിൽ മാത്രമായി പരിമിതപ്പെടുത്തുവാൻ കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു. അന്തിമ വിജ്ഞാപനത്തിൽ ജനവാസ മേഖലയോ തോട്ടമേഖലകളോ ഉണ്ടാവില്ലെന്നാണ് സൂചന. അന്തിമ വിജ്ഞാപനത്തിൽ വനഭൂമി മാത്രമേ ESIയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്ന് ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രത്യേകം നിയോഗിച്ച സഞ്ജയ് കുമാർ കമ്മിറ്റി വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് സന്ദർശനം നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതേ ആവശ്യം അറിയിക്കും. ഈ മാസം 27-ന് കരട് വിജ്ഞാപനത്തിന്റെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് അന്തിമ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. 2014-ലാണ് ESI പശ്ചിമഘട്ട സംരക്ഷണത്തിനായുള്ള പരിസ്ഥിതി ലോല മേഖല തരംതിരിച്ച് കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയത്. ഒരു പ്രദേശം ESIയിൽ ഉൾപ്പെട്ടാൽ പുതിയ ഖനന പ്രവർത്തനങ്ങളുടെ നിരോധനം, മലിനീകരണം ഉണ്ടാകുന്ന വ്യാവസായിക സ്ഥാപനങ്ങൾക്ക് നിരോധനം, കെട്ടിട നിർമ്മാണം, കൃഷി നിയന്ത്രണങ്ങൾ തുടങ്ങിയവ അവിടെ നടപ്പാക്കുമെന്നതിനാൽ കർഷകർ ആശങ്കയിലുമാണ്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.